أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون. താങ്കളുടെ റബ്ബിന്റെ ഇച്ഛ ഭൂമിയിൽ എല്ലാവരും വിശ്വാസികളും അനുസരണമുള്ളവരും തന്നെ ആകണമെന്നു ആയിരുന്നുവെങ്കിൽ ഭൂവാസികളകിലും വിശ്വാസം കൈക്കൊള്ളുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസികളാകാൻ താങ്കൾ അവരെ നിർബന്ധിക്കുകയോ? അള്ളാഹുവിൻ്റെ ഹിതമില്ലാതെ ഒരു ജീവിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. വൃത്തികേടുകളെ അള്ളാഹു ബുദ്ധി പ്രയോജനപ്പെടുത്താത്തവരുടെ മേൽ നിക്ഷേപിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ മേൽ ഓതിക്കേൽപ്പിച്ച ആയത്ത് സൂറത്ത് യൂനസിലെ 99-100 ആയത്തുകളാണ്. ഇതിൽ അള്ളാഹു പറയുന്നു, ഭൂമിയിൽ ആദ്യം മുതലേ സത്യനിഷേധികളും ധിക്കാരികളും ഒരിക്കലും ഉണ്ടാവരുതെന്നും എല്ലാവരും അജ്ഞാനുവർത്തികളും അനുസരണമുള്ളവരും ആകണമെന്നുമായിരുന്നു ദൈവത്തിൻ്റെ ഇച്ഛയെങ്കിൽ ഭൂവാസികളെ ഒന്നടങ്കം അനുസരണമുള്ള മോമിനുകളായി സൃഷ്ടിക്കാൻ അവന് വിഷമമുണ്ടായിരുന്നില്ല. സൃഷ്ടിയിൽ തന്നെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഈമാനും അനുസരണമുള്ളതാക്കാനും പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നതിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യം സത്യവിശ്വാസവും അനുസരണവും അവരുടെ അനിവാര്യ പ്രകൃതിയാകുന്നതോടെ വിനിഷ്ടമാകുന്നു. മനുഷ്യനെ അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നൽകാൻ ദൈവം തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ വിശ്വസിക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്നും അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹു തടഞ്ഞുകൊണ്ടിരുന്നുവെന്നും ഇതിനർത്ഥമില്ല. ഖുർആനിൽ മറ്റു പലയിടങ്ങളിലും കാണുന്ന പോലെ പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളെ കാര്യം കേൾപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയാണിത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ജനങ്ങളെ, നിങ്ങൾക്ക് തെളിവുകളും സാക്ഷ്യങ്ങളും നൽകി സന്മാർഗവും ദുർമാർഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരികയും സത്യസരണി വ്യക്തമായി തുറന്നു കാണിച്ചു തരികയും ചെയ്യുക എന്ന നമ്മുടെ ബാധ്യത ഈ ദൂതൻ മുഖേന പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി സന്മാർഗം സ്വയം അവലംബിക്കാതിരിക്കുകയും നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചാലല്ലാതെ സന്മാർഗത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിന് പ്രവാചകൻ ഉത്തരവാദപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം നിർബന്ധിത വിശ്വാസം അള്ളാഹുവിന് ആവശ്യമായി ഉണ്ടായിരുന്നുവെങ്കിൽ അവന് പ്രവാചകന്മാരെ അയക്കേണ്ട ആവശ്യമെന്തിരിക്കുന്നു? അവൻ വിചാരിച്ചാൽ എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണല്ലോ അത്. അതായത്, ഏതെങ്കിലും വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ സമ്പാദിക്കാനോ മറ്റാർക്കെങ്കിലും നൽകുവാനോ സാധ്യമല്ലാത്ത വിധം മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ അധികാരപരിധിയിലാണെന്ന പോലെ സത്യവിശ്വാസം സ്വീകരിക്കാനും സന്മാർഗം അവലംബിക്കാനും അവസരം ലഭിക്കുക എന്ന അനുഗ്രഹവും ആർക്കും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സ്വയം സമ്പാദിക്കാനോ താൻ ഉദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്ക് നൽകാനോ സാധ്യമല്ല. ജനങ്ങളെ സന്മാർഗത്തിലാക്കണമെന്ന് പ്രവാചകൻ ആത്മാർത്ഥമായി വിചാരിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അത് സാധ്യമല്ല. അതിന് അവർക്ക് അള്ളാഹുവിൻ്റെ അനുവാദവും തൗഫീഖും ലഭിച്ചിരിക്കുക കൂടി വേണം. യാതൊരു യുക്തിദീക്ഷയും തത്വബോധവുമില്ലാതെ തോന്നുന്നവർക്ക് വിശ്വസിക്കാൻ അവസരം നൽകുകയും തോന്നുന്നവരെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന അന്ധമായ ഒരു ദാനമല്ല അള്ളാഹുവിൻ്റെ തൗഫീഖും അനുവാദവുമെന്ന് ഇവിടെ വ്യക്തമായി വിവരിച്ചു തന്നിരിക്കുന്നു. അങ്ങേയറ്റത്തെ യുക്തിബോധം അതിലുണ്ട്. ആർ
യാഥാർത്ഥ്യാന്വേഷണത്തിൽ ഋജുവായ മാർഗത്തിലൂടെ തൻ്റെ ബുദ്ധിയെ ശരിയാം വണ്ണം ഉപയോഗിക്കുന്നുവോ അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സത്യം കണ്ടെത്താനുള്ള ഉപാധികളും മാർഗങ്ങളും അവൻ്റെ അന്വേഷണ പരിശ്രമങ്ങൾ അർഹിക്കുന്നതിനനുസരിച്ച് ഒരുക്കിക്കൊടുക്കുന്നതാണ്. അവർക്കാണ് ശരിയായ വിജ്ഞാനം ലഭിക്കാനും സത്യവിശ്വാസം സ്വീകരിക്കുവാനുമുള്ള തൗഫീക്ക് ലഭിക്കുന്നത്. എന്നാൽ സത്യം അന്വേഷിക്കാതിരിക്കുകയും ബുദ്ധിയെ പക്ഷപാതത്തിൽ ബന്ധിച്ചു നിർത്തുകയും സത്യാന്വേഷണത്തിൽ അതൊട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അജ്ഞതയും ദുർമാർഗവും ദുർവൃത്തികളുമല്ലാതെ മറ്റൊന്ന് വിധിച്ചിട്ടില്ല. അവർ തന്നെത്താൻ ഇത്തരം വൃത്തികേടുകൾക്ക് അർഹരായിത്തീരുകയാണ്. അതുതന്നെയാണ് അവരുടെ ഭാഗഭേദത്തിൽ എഴുതിയിട്ടുള്ളതും. ഈ ആയത്തുകളിൽ നമുക്ക് വ്യക്തമാണ്, സന്മാർഗം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് യഥാവിധി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ നിത്യ ജീവിതത്തിലൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. നമ്മുടെ ദീനിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാതിരിക്കുവാനും അല്ലാഹുവേ നീ നമ്മളെ സഹായിക്കണമേ എന്നുള്ളത്. അപ്പോൾ സത്യവിശ്വാസികളായ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.